നാരായണീയം ദശകം 17 ധ്രുവചരിതം ആണ്. ഇതിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിച്ചർത്ഥം പറയുന്നത്. അപ്പം ഇതിൽ സ്വയംഭൂ മനുവിനും ശതരൂപയ്ക്കുമുണ്ടായ 2 പുത്രന്മാരാണ് പ്രിയവദനും ഉത്താനപാദനും. അതിൽ ഇളയ മകനായ ഉത്താനപാദൻ്റെ പുത്രനാണ് ഈ ധ്രുവൻ. ധ്രുവൻ്റെ ചരിതമാണ് നമ്മൾ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് ഒന്നാമത്തെ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജാതാ ബഭൂവ സുരുചിർനിത രാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാസാ ത്വമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. ഉത്താനപാദ നൃപതേർ മനുനന്ദനസ്യ, ഉത്താനപാദൻ എന്ന ആ മനുവിൻ്റെ പുത്രനായ ആ ഉത്താനപാദ നൃപൻ രാജാവ് എന്നാണ്. ആ സ്വയംഭൂ മനുവിൻ്റെ പുത്രനായ ആ ഉത്താനപാദ രാജാവിന് ജായാ ബഭൂവ സുരുചിർ നിതരാമഭീഷ്ട. അപ്പം അവർക്ക് ആ ഉത്താനപാദ രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ ആ സുരുചി ജായാ ബഭൂവ സുരുചിർ നിതരാമഭീഷ്ട, ആ സുരുചി എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവളായി ആ സുരുചി എന്ന് പറയുന്ന ആ ഭാര്യ നിതരാമഭീഷ്ട ജായാ ബഭൂവ, വളരെ പ്രിയപ്പെട്ടവളായി തീർന്നു എന്നാണ്. ഉത്താനപാദൻ എന്ന രാജാവിന് മനുവിൻ്റെ പുത്രനായ ഉത്താനപാദന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഭാര്യയായ സുരുചിക്ക് ഭാര്യയോട് വളരെയധികം ഇഷ്ടപ്പെട്ടവളായി തീർന്നു. അന്യാ സുനീതിരിതി, മറ്റൊരു ഭാര്യയായ ആ സുനീതി ഭർത്തുരനാദൃദാസ, ഭർത്താവിനാൽ അവളോട് ഇഷ്ടമില്ലാത്തവളായി, അനാദൃത ഇഷ്ടമില്ലാത്തവളായി, അവൾ ഇഷ്ടമില്ലാത്തതായി തീർന്നു. ത്വമേവ, അങ്ങനെ വളരെ വിഷമിച്ച ആ സുനീതി നിത്യമഗതി, വേറൊരു ഗതിയുമില്ലാത്തവളായി, ശരണം ഗതാഭൂത്, ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഉത്താനപാദന് എന്നുവെച്ചാൽ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുരുചിയും സുനീതിയും. അതിൽ സുരുചി വളരെ ഇഷ്ടപ്പെട്ടവളും സുനീതി ഇഷ്ടമില്ലാത്തവളും ആയി തീർന്നു. അങ്ങനെ ആ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ സുനീതി ഭഗവാനെ അഭയം പ്രാപിച്ചു എന്നാണ്. വേറൊരു ഗതിയുമില്ലാത്തവളായി ഭഗവാനിൽ ശരണം പ്രാപിച്ചു എന്നാണ് ഈ ആദ്യത്തെ വരികളിൽ പറയുന്നത്. അപ്പോൾ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർ നിതരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാസാ ത്വമേവ നിത്യമഗതി ശരണം ഗതാഭൂത്.